പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ 15ഓളം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ നടത്തപ്പെടുന്ന 3 വർഷ നഴ്സിംഗ് ഡിപ്ലോമ കോഴ്സ് GNM അഥവാ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 6 വരെയാണ്. ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടല്ല, ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് നൽകുകയാണ് വേണ്ടത്. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് തെറ്റില്ലാതെ ഫിൽ ചെയ്ത് നൽകുന്നത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് കൂടെ വെക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഉടനെ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഫോമും പ്രോസ്പെക്ടസും ആവശ്യമുള്ളവർക്ക് താഴെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്, അതുവഴി അത് ലഭ്യമാകുന്നതാണ്. ഈ ഒരു GNM ആപ്ലിക്കേഷൻ കൂടാതെ ഹെൽത്ത് സെൻ്ററുകളിൽ JPHN ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സായി നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യത നൽകുന്ന ഓക്സിലറി നഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷനും ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോമും പ്രോസ്പെക്ടസും താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ലഭ്യമാകുന്നതാണ്. GNM ആപ്ലിക്കേഷൻ വഴി കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള 15 കോളേജുകളിലെ നഴ്സിംഗ് സ്കൂളുകളിലെ 485 സീറ്റുകളിലേക്കാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ കൊല്ലം ജില്ലയിലെ ആശ്രമത്തുള്ള 20 സീറ്റുകൾ SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. ആ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ മാത്രമേ അവിടേക്ക് ആപ്ലിക്കേഷൻ നൽകാവൂ. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. അത്തരം വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ്റെ അഭാവത്തിൽ മറ്റ് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികളെയും പരിഗണിക്കുന്നതാണ്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ജനറൽ നഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ പല സെൽഫ് ഫിനാൻസ് കോളേജുകളിലും ജനറൽ നഴ്സിംഗ് കോഴ്സുകളുണ്ട്. അവിടെ നിങ്ങൾ ബന്ധപ്പെട്ട് അഡ്മിഷൻ നേടുകയായിരിക്കും ഉചിതം. ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് ഓരോ ജില്ലയിലുമുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള ജില്ലയിലെ നഴ്സിംഗ് സ്കൂളുകളിലേക്ക് എത്തിക്കുകയോ അഡ്രസ് മുഖാന്തരം അയച്ചു നൽകുകയോ ആണ് വേണ്ടത്. ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ ആപ്ലിക്കേഷൻ നൽകാൻ പാടുള്ളൂ. ഒന്നിലധികം ജില്ലയിലേക്ക് ആപ്ലിക്കേഷൻ നൽകി പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമായിട്ടും നിരസിക്കപ്പെടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ അയച്ചു നൽകേണ്ട അഡ്രസ്സ് ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത് SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 75 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 250 രൂപയുമാണ്. ഇത് നിങ്ങൾ ചലാൻ പേയ്മെൻറ്റ്, അതായത് ട്രഷറിയിൽ പോയി ഇവിടെ കാണുന്ന 0210- തുടങ്ങിയിട്ടുള്ള ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി അതിൻ്റെ റെസിപ്റ്റ് കൂടെ വെക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അതുണ്ടായിരിക്കേണ്ടതാണ്. ഒരു വിദ്യാർത്ഥി അഡ്മിഷന് വേണ്ടി ഏതെങ്കിലും ഒരു നഴ്സിംഗ് സ്കൂളിലേക്ക് മാത്രമേ ആപ്ലിക്കേഷൻ നൽകാവൂ എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ കൊല്ലത്തുള്ള ആശ്രമം SC/ST കോളേജിലേക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റേതെങ്കിലും ഒരു ജില്ലയിൽ കൂടി ആപ്ലിക്കേഷൻ നൽകാൻ വേണ്ടി സാധിക്കും. ഇതിലേക്ക് പ്രത്യേക അലോട്ട്മെൻറ്റുകളൊന്നും ഉണ്ടാവുന്നതല്ല. ഓരോ ജില്ലയിലുമുള്ള നഴ്സിംഗ് സ്കൂളുകളിൽ ഇതിൻ്റെ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് അഡ്മിഷൻ ഉണ്ടാവുക. അതുകൊണ്ട് നിരന്തരം നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകുന്ന നഴ്സിംഗ് സ്കൂളുമായി ബന്ധപ്പെടേണ്ടതാണ്. സാധ്യമാകുന്ന അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് തുക സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതായിരിക്കും. അതായത് ഓരോ മാസവും 700 രൂപ വീതം ലഭിക്കും. കൂടാതെ ട്രെയിനിങ് ഇൻറ്റേൺഷിപ്പ് സമയത്ത് 6 മാസം 2000 രൂപ ലഭിക്കും. അങ്ങനെ ടോട്ടൽ 37,200 രൂപ വരെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കോഴ്സിൽ ജോയിൻ ചെയ്താൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് കോഴ്സ് നിർത്തി TC വാങ്ങി പോരുകയാണ് എങ്കിൽ 50,000 രൂപ ഒരു നഷ്ടപരിഹാരമായി ഗവൺമെൻറ്റിലേക്ക് നൽകേണ്ടി വരുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങൾ ഫിൽ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ കൃത്യമായി ഫിൽ ചെയ്ത് സൈൻ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണ് എങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൂടെ വെക്കേണ്ടതാണ്. OBC OEC വിഭാഗം വിദ്യാർത്ഥികൾ NCL സർട്ടിഫിക്കറ്റ് കൂടെ വെക്കേണ്ടതാണ്. ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് കൂടെ വെക്കേണ്ടതാണ്. ഇതിൻ്റെ എല്ലാം കോപ്പി നിങ്ങളുടെ സ്വന്തം പേരെഴുതി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സൈൻ ചെയ്ത കോപ്പിയാണ് കൂടെ വെക്കേണ്ടത്. അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടെ വെക്കണം. അതുപോലെ +2 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. ഈ വർഷം +2 പാസ്സായവർ ആണ് എങ്കിൽ ഓൺലൈൻ കോപ്പി മതിയാകും. അതിൻ്റെ മുകളിലും നിങ്ങളുടെ പേരെഴുതി സൈൻ ചെയ്യേണ്ടതാണ്. ഈ കാണുന്നതാണ് ഓരോ ജില്ലയിലെയും ആപ്ലിക്കേഷൻ ഫോം എത്തിക്കേണ്ട നഴ്സിംഗ് സ്കൂളിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പറും അവിടെ കാണാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ നേരിട്ട് എത്തിച്ചാലും മതിയാകുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം വെച്ച കവറിൻ്റെ പുറത്തായി GNM ആപ്ലിക്കേഷൻ എന്നെഴുതുന്നത് വളരെ നല്ലതാണ്. കൂടാതെ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കവറിൻ്റെ താഴെ ഭാഗത്ത് ഇടതുവശത്തായി മൊബൈൽ നമ്പറും എഴുതുന്നത് ഉചിതമായിരിക്കും. ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ പിന്നീട് 2 വർഷത്തെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കൂടി പൂർത്തിയാക്കുകയാണ് എങ്കിൽ അവർ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് തുല്യമായിട്ട് മാറുന്നതാണ്. ഈ വർഷത്തെ BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, ഓക്സിലറി നഴ്സിംഗ്, അതുപോലെ മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായെല്ലാം ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോകൾ ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നമുക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്